കുട്ടാ ആ മോനെ എന്താ ചെറിയച്ച? അല്ല മോനെ, ഇതുപോലൊരു ടോയ് മോന്റെ കയ്യിലുണ്ടായിരുന്നു മോൻ പറഞ്ഞില്ലേ? ആ ഉണ്ടായിരുന്നു. അതിപ്പോ എവിടെ പോയി? അതെവിടെ പോയി? അതല്ലേ ചെറിയ നിന്നോട് ചോദിക്കുന്നേ, അതിപ്പോ എവിടെ പോയിന്ന്. അതെവിടെ പോയേ? ആ അത് മാലാഖയുടെ കയ്യിലാ. മാലാഖയുടെ കയ്യിലോ? മാലാഖയെ കണ്ടപ്പോ അറിയാതെ എന്റെ കയ്യിൽ നിന്ന് മാലാഖയുടെ ബാഗിൽ വീണു പോയതാ. മാലാഖയോ? അതാരീ മാലാഖ? മാലാഖ, ഏഞ്ചൽ. അല്ല കുട്ടാ, അത് മാലാഖയുടെ ബാഗിൽ തന്നെ പോയി എന്ന് കുട്ടൻ പറയുന്നത് സത്യം തന്നെയാണോ? ഞാൻ പറഞ്ഞ സത്യം തന്നെയാ. അച്ഛനിത് ഏത് പെണ്ണിന്റെ കാര്യം ചോദിക്കുന്നേ? അതൊക്കെ ഉണ്ട്. അപ്പോ എന്താ സാറേ? നീ വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. ബാ. അതെ, അവനീ പറയുന്ന മാലാഖ ആരാ? അതൊരു പെൺകുട്ടിയാ. ഏത് പെൺകുട്ടി? അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. ആ പെൺകുട്ടി എപ്പോഴും പാർക്കിൽ വരും, സിദ്ധുവിനൊപ്പം കളിക്കും, സിദ്ധുവിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവന്ന് സിദ്ധുവിനെ കഴിപ്പിക്കും. അല്ല, അവളുടെ പേരോ ഫോൺ നമ്പറോ അങ്ങനെ എന്തെങ്കിലും കയ്യിലുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ സാറേ, അതൊന്നും എനിക്കറിയില്ല. പിന്നെ എന്തിനടാ മണവണം ഞാൻ നീ അവരോട് നടക്കുന്നേ? നീ ഒരു കാര്യം ചെയ്യും, നീ പോയി സിദ്ധുവിനെ വിളിച്ചോണ്ടോ. നമുക്കേ അവനെ കൊണ്ട് ഇപ്പൊ തന്നെ പാർക്കിലേക്ക് പോ. അല്ല, നമ്മളെന്തിനാ ഇപ്പൊ തന്നെ പാർക്കിലേക്ക് പോകുന്നത്? അവിടെ ഫ്രീ ആയിട്ട് ബിരിയാണി കൊടുക്കുന്നു, അത് ഞണ്ണേ. പോയി വിളിച്ചോടാ. അപ്പൊ നിന്നാ മതി, കൂടുതൽ കുഴിയണാൻ നിൽക്കണ്ട. പോ ചെല്ലേ. ആ മാലാഖ ആരാണെന്ന് ഇന്ന് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. എടാ, നീ പറയുന്ന മാലാഖയുടെ വരുമല്ലോ അല്ലേ? വരും, എന്തേലും വരും. ഇവൻ പറയുന്ന ഉള്ളതാണോടാ? സിദ്ധു മാലാഖ എന്ന് വിളിക്കുന്ന ഒരു കൊച്ചിവിടെ വരാറുള്ളതാണ്. ശരി ശരി, വാ വാ. എന്നെ പിടിക്കാൻ പോവാ. സിദ്ധു, നിന്നെ പറയുന്നത് സിദ്ധു. സിദ്ധു, എന്നെ പിടിക്കേ. അയ്യോ സിദ്ധു. ഇതിലേതെവിടെങ്കിലും ആണോ ഇവൻ പറയുന്ന മാലാഖ? എന്താടോ? ഒന്നുമില്ല. താൻ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? മുടിയും കൊഴിഞ്ഞ് മൊട്ടയായി കുഴിയിലേക്ക് കാലു നീട്ടിയിരിക്കുക. എന്നിട്ട് മായന്നോട്ട് നിർത്താറായില്ല. ഭാഗ്യം ആരും കണ്ടില്ല. ഓ ചേ, മോശമായി പോയി. ഈ പരിപാടി നമുക്ക് ശരിയാകും തോന്നുന്നില്ല. ഇതിപ്പോ കുറെ നേരമായല്ലോ. മാലാഖയെ കാണിച്ചാലെന്ന് പറഞ്ഞിട്ട് അവക്കടന്ന് കുത്തി മറിയുന്നുണ്ടില്ലേ? നിർത്തല്ലേ. എടാ സിദ്ധു, ഇങ്ങൊന്നേ. എവിടെ നിന്റെ മാലാഖ? വരും. എപ്പ വരും? ഇന്നെങ്ങാനും വരുമോ? വരും. ചെറിയച്ഛന് മാലാഖ കാണണോ? എടാ, അതിനെല്ലാം നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഈ മാലാഖ വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറെ ആയല്ലോ. ഈ മാലാഖ ഇനി എപ്പോഴാ വരുന്നേ? എപ്പ വേണമെങ്കിലും വരും. ഞാൻ പ്രാർത്ഥിച്ച അപ്പ വരും. ഈ പ്രാർത്ഥിച്ച മാലാഖ വരുമോ? വരും. എന്തൊക്കെയാടാ ഇവൻ പറയുന്നേ? എനിക്കറിയില്ല. ശരി, ഇനി പ്രാർത്ഥിച്ച മാലാഖ വരുമെങ്കിൽ നീ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് മാലാഖ വരുത്ത്. ഞാനൊന്ന് കാണട്ടെ. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. 1 2 cha 1 2 चालस्या. मलगे वा एंजले वा, मलगे वा एंजले वा.
മാലാഖെ വാ, ഏഞ്ചലേ വാ. ഓ എന്തുവാടാ ഇത്? ഇവൻ എന്ത് പ്രാന്തായി കാണിക്കുന്നേ? ഇവന്റെ ഈ കൂത്താട്ടം കാണാൻ വന്ന എന്നെ വേണം പറയാൻ. മാലാഖെ വാ. അപ്പു ദേ നീ ഇവനെ വിളിച്ചത് വാ. ചുമ്മാ സമയം പാഴായി. മാലാകൻ കീലാകൻ നിന് വരാൻ പോകുന്നില്ല. വന്നേ സിദ്ധു. നീ ഇവനെ കൊണ്ട് കാറെ കൊണ്ടെടുത്ത്. ഇല്ല വന്നേ സിദ്ധു. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. നമുക്ക് പോകാം. മാലാഖെ കാണാൻ വിട്. അയ്യോ എന്റെ മാലാഖ. ദേ മാലാഖ, ചിരിച്ച് നോക്ക്. ദേ മാലാഖ. ചിരിച്ച ചിരിച്ച്. ദേ മാലാഖ പോണ കണ്ട? ഞാൻ പറഞ്ഞില്ലേ? ആ ശരി. ദൈവമോളെ എന്തു പറ്റി? എന്നെ കണ്ട് പേടിച്ചു പോയോ? അശോടാ, നീ എന്ത് കരുതിയടി? എന്നെ ജയിലിൽ അടച്ച് എന്നേക്കായിട്ട് എന്റെ ശല്യം ഒഴിവാക്കാന്നോ? അതൊന്നും നടക്കില്ല. ചങ്ങലയെ ബന്ധിച്ച് ഭദ്രനെ ആഴക്കടലിൽ വലിച്ചെറിഞ്ഞാലും ഭദ്രൻ ആ ചങ്ങലകളെല്ലാം തകർത്തെറിഞ്ഞ് കടൽ നീന്തി കയറി വരും. നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല തങ്കം. അതെ, നിന്നെ കൊണ്ടേ ഭദ്രൻ പോകൂ. മുന്നിന്ന് മാറി, എനിക്ക് പോണം. അത് കൊള്ളാം. അങ്ങനങ്ങ് ധൃതി കൂട്ടിയാലോ? ഞാൻ കണ്ണു നിറയൊന്ന് കണ്ടോട്ടെ മോളെ. എന്റെ ഈ അപ്സരസിനെ കണ്ടിട്ട് കുറെ നാളായല്ലോ. എവിടെ പോടി? ഞാൻ പറഞ്ഞിട്ട് നീ പോയാ മതി. അടങ്ങി നിക്കടി. അല്ലാതെ നീ വമ്പ് കാണിച്ച് പോകാൻ നോക്കിയാലേ അതൊക്കെ വലിയ സീനാവും. അത് വേണോ? വേണോടി അത്?
ആ പെൻഡ്രൈവ് എവിടെ? പെൻഡ്രൈവോ? അതെ പെൻഡ്രൈവ്. പെൻഡ്രൈവ് ബാഗിൽ തന്നെ കാണും. നോക്കിക്കാ പിടിച്ച് മേടിക്കടാ. എന്നത്? ദാ. ഏയ്, ഓറ. ദാ. ഉറോള. വിടോ. ദാ. ദാ. ഊരണോ? ആ. അയ്യോ ദാ. അയ്യോ നിനക്കൊക്കെ എന്താ അവളുമായിട്ട് കാര്യം? അത് ചെയ്യലേ സാറേ, അത് ചെയ്യലേ. തിരിഞ്ഞു നോക്കാതെ ഓടിക്കണം. ചെയ്യലേ, ഒന്നും ചെയ്യല. അല്ല. പോടാ. ദേവിക, ഇനി മാലയിടൽ ചടങ്ങ് നടത്താം. ഋഷി, നിന്നെ കൊണ്ട് മല ചവിട്ടിക്കാന്ന് ഞാൻ നേർച്ച നേർന്നിട്ട് വർഷങ്ങളായി. നിന്റെ കുട്ടിക്കാലത്ത് നേർന്നതാ അത്. പക്ഷേ ഇന്ന് വരെ ആ നേർച്ച നിറവേറ്റാൻ സാധിച്ചിട്ടില്ല. ഇപ്രാവശ്യം മണ്ഡലവ്രതം നോറ്റ് നീ ശബരിമല ദർശനം നടത്തിയിരിക്കണം. എന്തൊക്കെ സംഭവിച്ചാലും വ്രതം മുറിക്കരുത്. സാധാരണ 6 or 7 ദിവസം വ്രതം എടുത്തിട്ട് എന്തെങ്കിലും കാരണം പറഞ്ഞ് നീ അത് മുടക്കിയിട്ട് പോകാതിരിക്കും. ഇത്തവണ അത് പറ്റില്ല.
പോയേ തീരൂ. എന്റെ ആയുസിന്റെ കാര്യം നേർച്ച നേർന്നിട്ട് അത് പൂർത്തിയാക്കാൻ സാധിക്കാത്തതുകൊണ്ടാവും ചിലപ്പോൾ ഭഗവാൻ ഇങ്ങനെ പരീക്ഷിക്കുന്നത്. ആ പരീക്ഷണങ്ങളെയൊക്കെ അതിജീവിക്കണമെങ്കിൽ മോൻ അയ്യനെ കണ്ടു വണങ്ങണം. മോൻ അമ്മയുടെ ഈ നേർച്ച നിറവേറ്റി തരില്ലേ? നിറവേറ്റി തരണം. തന്നേ തീരൂ. ഇല്ലെങ്കിൽ എന്റെ മനസ്സമാധാനം വീണ്ടും നശിക്കും. ഞാൻ മല ചവിട്ടാമേ. ശബരിമലയിൽ പോയി ദർശനം നടത്താം. മഹേട്ട, മാല മോനെ അണിയിച്ചോളൂ. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണയ്യപ്പ. സ്വാമിയേ സ്വാമിയേ ശരണയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. യാതൊന്നു കാൺകിലും അയ്യാ നിൻ രൂപമായി, യാതൊന്നു കേൾക്കിലും സ്വാമി നിൻ നാമമായി, യാതൊന്നു സ്വാമിയേ ശരണയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. തീരുവാനെന്നെ അനുഗ്രഹിക്കേണമേ. ദേവികേ. ആ രമേച്ചി, ഗോപികയ്ക്ക് പുതിയ വെട്ടി സുഖാണോ? സുഖ. എന്നാ ഇപ്പൊ അവർക്ക് വിരുന്ന് കൊടുക്കുന്നേ? ആ അതിപ്പോ എന്തായാലും ഉടനെ ഉണ്ട്. അവനാശിന്റെ കല്യാണക്കാരി എന്തായി? ഇപ്പോഴും കൊച്ചുകുട്ടിന്ന് അവന്റെ വിചാരം. ഒരു കല്യാണം കഴിക്കാന്ന് പറഞ്ഞാ കേട്ട ഭാവമില്ല. അങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റുമോ ദേവികെ? കല്യാണം കഴിച്ചാൽ നമ്മുടെ സ്വാതന്ത്ര്യം മൊത്തം പോവില്ലേ? ഒന്നും പോള ചെറുക്ക. എന്റെ അമ്മ തിടുക്കം കൂട്ടാതെ കുറച്ചു ദിവസം കൂടെ ഞാൻ ഇങ്ങനെ തട്ടിമുട്ടി പൊക്കോട്ടെ.